മമ്പാടോ? നിങ്ങള് ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാറില്ലേ വീട്ടില്? ആ, നിങ്ങളെ വീട്ടിലാരൊക്കെ ഉണ്ട്? നിങ്ങൾ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. ആണോ? ഇത് മമ്പാട് ശരിക്കും ഇതെവിടെ സ്ഥലം വരുന്നത്? നിലമ്പൂരാ? ആ, ആയിക്കോട്ടെ. വീട്ടിലാരൊക്കെ ഉള്ളതെന്നാ പറഞ്ഞേ? ആ, എല്ലാരും അവിടെ ഉണ്ടോ? ആ, എല്ലാരും ഉണ്ടാക്കാം. ആ, അത് അവിടെ ഫുള്ള് ഇരുടായിട്ട് എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നം തരും. ആ, വീട്ടിലെല്ലാരും ചായ കുടിക്കോ? ആ, എല്ലാവർക്കും ചായ തന്നെയാണോ ഇഷ്ടം? എന്തേ, നിങ്ങള് ഏത് ചായപ്പൊടിയാ വീട്ടില് വാങ്ങാറ്? വച്ചട്ടിയാണ് എപ്പോഴും വാങ്ങാറ്. അതെന്തേ വച്ചട്ടി തന്നെ വാങ്ങുന്നേ? വെറുതെ അല്ലേ? ആ, അല്ല സമ്മാനം അടിക്കുന്നൊക്കെ പ്രതീക്ഷിച്ചല്ലേ അത് വാങ്ങുന്നേ? ആ, എന്നിട്ട് ഇതുവരെ കിട്ടീനോ നിങ്ങക്ക്? അത്രയും കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പൊ പിന്നെ ഒരു ആവേശമായി നിങ്ങൾക്ക് അത് വാങ്ങാന്. അല്ലോ, 150 പാക്കറ്റോ? ആ, ആയിക്കോട്ടെ. ഞാൻ ഇപ്പൊ എന്തിനാ വിളിച്ചതെന്നറിയോ നിങ്ങക്ക്? ആ, ഇപ്രാവശ്യത്തെ ലക്കി ഡ്രോ വിന്നർ നിങ്ങളാണ്. നിങ്ങളൊന്ന് സെക്കൻഡ് പറഞ്ഞിട്ട് എന്താ വിശ്വാസം വന്നില്ല? ഞാൻ കാര്യമായിട്ടാ പറഞ്ഞേ. ഇപ്രാവശ്യത്തെ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് അടിച്ചത്. ബോച്ചെ അതെപ്പോഴും ബോച്ചയ്ക്ക് ഇപ്പൊ വിളിക്കാൻ പറ്റില്ലല്ലോ, തിരക്കും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ വേറെ ആൾക്കാരെ ഏൽപ്പിക്കുന്നതാണ്. ഓ, ബോച്ചെ വിളിക്കുന്നു വിചാരിച്ചിട്ടാണോ നിന്നത്? അതൊന്നും ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിശ്വാസം വരില്ല. ബോച്ചെ വിളിച്ചാലേ വിശ്വാസം വരുള്ളൂ. എല്ലാരും കണ്ടു വന്നോ? ആ, എല്ലാരും എവിടെ പോയി? എന്നിട്ട് എല്ലാരോടും പറഞ്ഞോ? നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷമില്ലാത്തത്? ഇങ്ങനെയൊക്കെ കേട്ടുകഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് സന്തോഷമായ അങ്ങനെ കായോ അതിങ്ങനെ ചിന്തിക്കില്ല. നിങ്ങളെന്തോ ഒരു വികാരം ഇല്ലാണ്ടിരിക്കുന്നേ? ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടില്ല എത്രയാണെന്നുള്ളത്? 10 ലക്ഷം രൂപയാ. ആ, കാര്യമായിട്ടാ പറഞ്ഞ. നിങ്ങളൊക്കെ വിശ്വസിക്കാത്തേ? ആ, നിങ്ങൾക്ക് സന്തോഷമായിട്ടില്ല? ആയിക്കോട്ടെ. നിങ്ങളെന്നാ ഇതിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ വേറെ ആള് വിളിക്കൂ കേട്ടോ. അപ്പൊ ഒരു ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരും. വീട്ടിലെല്ലാരോടും പറഞ്ഞോളൂ. ആയിക്കോട്ടെ, എന്നാ ശരി.